പത്തനംതിട്ടയിലെ വനമേഖലയിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രികർക്ക് ഭീഷണിയാവുകയാണ് തേക്കിലപ്പുഴു. ഞാനിപ്പോൾ ഈ നടക്കുന്നത് കോന്നി വനമേഖലയിലെ ഒരു റോഡിൽ കൂടിയാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഇതാണ് ഈ തേക്കിലപ്പുഴു. ഇതിപ്പോൾ ഈ റോഡിന്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നൂലിൽ കെട്ടി തൂങ്ങി കിടക്കുകയാണ്. പലപ്പോഴും ഇരുചക്ര വാഹന യാത്രികർ വരുമ്പോൾ ഇത് ദേഹത്ത് സ്പർശിക്കുകയൊക്കെ ചെയ്താൽ, പ്രത്യേകിച്ചും കണ്ണിലൊക്കെ കൊള്ളുകയാണെങ്കിൽ വലിയ ചൊറിച്ചിലും ഒപ്പം തന്നെ ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇത് എത്രമാത്രം ദൂഷ്യം ഉണ്ടാക്കുന്നുണ്ട്, യാത്ര ചെയ്യുമ്പോൾ എത്രമാത്രം ഉപദ്രവകാരിയാണ് ഈ തേക്കിലപ്പുഴു, നമുക്ക് ഇതിൻ്റെ ഒരു അനുഭവസ്ഥൻ പറയുന്നത് കൂടി കേൾക്കാം. ഇത് എത്രമാത്രം ഉപദ്രവകാരിയാണ്? ഇത് കണ്ണിൽ വീണാൽ നല്ലതുപോലെ ചൊറിയും. ബൈക്ക് സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇതിൽ വന്ന് തട്ടുകയും ദേഹത്ത് മുട്ടുകയും കണ്ണിലൊക്കെ വീഴുകയും ചൊറിയുകയും ഒക്കെ ചെയ്യും. നല്ല ഇതാണ്. ശരിക്കും കണ്ണിൽ വീണാൽ ചൊറിയുകയും പ്രശ്നങ്ങളാണ്. നല്ല ചൊറിച്ചിലുണ്ടാകും. ഇങ്ങനെ സ്വന്തം ഉണ്ടാക്കുന്ന നൂലിൽ ഇങ്ങനെ കെട്ടിയിറങ്ങുകയാണ്. ഇതിങ്ങനെ താണ് വരുന്നത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഇതിങ്ങനെ തറയെ വീണ് പോകും. വെയിൽ ഉറയ്ക്കുമ്പോൾ പിന്നെ ഇതിനെ കാണാൻ പറ്റത്തില്ല. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഇത് മുന്നിലുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയില്ല. നമ്മൾ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇത് അറിയത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. നമ്മൾ വിളിക്കുന്ന പേര് തേക്കിലപ്പുഴു. തേക്കിലപ്പുഴു എന്നാണ്. പക്ഷെ നല്ലതുപോലെ ചൊറിയുന്ന ഒരു പുഴുവാണ്. അനുഭവം ഉണ്ടോ? ഉണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട്. അന്ന് ഇത് പറ്റിയപ്പോൾ എന്തൊക്കെ? കയ്യിലാണ് വീണത്. കൈ നല്ലതുപോലെ ചൊറിയും. പിന്നെ നമ്മൾ സാനിറ്റൈസർ വല്ലതും ഒന്ന് എടുത്ത് തേച്ചാൽ അത് കുറേ നേരം കഴിയുമ്പോൾ മാറും. ഇതിന്റെ ഭക്ഷണം തേക്കിലയാണ്, അതുകൊണ്ടാണ് ഇതിനെ തേക്കിലപ്പുഴു എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ പൊരിവട്ട എന്ന് പറഞ്ഞുള്ള ഒരു മരത്തേലൊക്കെ ഇത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. പൊരിവട്ട അങ്ങനെ മരങ്ങളിലാണ്. നമ്മുടെ കോന്നി വനമേഖലയിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടും. അനുഭവസ്ഥർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇത് നമ്മുടെ കൊട്ടവഞ്ചിയിലുള്ള ഒരാൾ തന്നെ കഴിഞ്ഞിടയ്ക്ക് പറ്റി തണ്ണിത്തോട്ടിലുള്ള ഒരാൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. കണ്ണിൽ വീണാൽ ഇത് പ്രശ്നകാരിയാണ്. കണ്ണിൽ വീണാൽ എന്താണ്? ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും? കണ്ണ് കാണാതെ വരും. പിന്നെ അതിനകത്ത് നിന്ന് മുള്ളിനെയൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. നമ്മളിതിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ദേഹത്ത് ഇങ്ങനെ കറുത്ത പാടുകളുണ്ട്, ചെറിയ മുള്ളു പോലെയൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ മുള്ളുണ്ട്. അത് നമ്മുടെ ദേഹത്ത് അതിൽ പറ്റും. അപ്പോൾ ഈ പുഴുവിനെ നമ്മൾ കഴിവതും തൊടാതിരിക്കാനും ശ്രദ്ധിക്കാതിരിക്കും മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൂരെ നിന്ന് വരുമ്പോൾ കാണാനും പറ്റില്ല, പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വാഹനയാത്രക്കാർ എത്രയും സൂക്ഷിച്ച് വണ്ടി ഓടിക്കും. അതാണ് ഇതിൻ്റെ ഉള്ള റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ വനമേഖലയിൽ അതിനകത്ത് തന്നെ ധാരാളം റോഡുകളുണ്ട്, സഞ്ചാരപഥങ്ങളുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക അല്ലേ? സൂക്ഷിക്കുക. വാഹനയാത്രക്കാർ കഴിവതും സ്പീഡ് കുറച്ച് യാത്ര ചെയ്യണം. അപകടമില്ലാത്ത യാത്ര എല്ലാവർക്കും. വിൽസൺ ചേട്ടൻ പറഞ്ഞതുപോലെ അനുഭവസ്ഥനാണ്. ഈ വനമേഖലയിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ തേക്കിലപ്പുഴു കുറച്ച് വില്ലനാണ്. അതുകൊണ്ട് യാത്രക്കാർ അല്പം സൂക്ഷിച്ച് പോകണം എന്നാണ് വിൽസൺ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ധാരാളം വിനോദസഞ്ചാരികളൊക്കെ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ ഈ വനമേഖലയിലെ റോഡുകളിൽ കൂടി വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഈ തേക്കിലപ്പുഴുവിനെ പറ്റി അല്പം ഭീതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല. ചൊറിയും, കുറേ നേരം ചൊറിയും എന്നുള്ളതേ ഉള്ളൂ. ചൊറിച്ചിൽ കുറച്ചുണ്ടാകും, എങ്കിലും അല്പം സൂക്ഷിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.